പുസ്തകം മാത്രമല്ല, പുസ്തകത്തിലേക്ക് വരാം. അതിന് മുമ്പ് എനിക്ക് പറയാനായിട്ടുള്ളത്, ബഹുമാനപ്പെട്ട തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിലപാടായിരുന്നു എനിക്കും ഞാൻ ഇപ്പോഴും അംഗമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും നിലപാട്. പക്ഷേ അതിൻ്റെ കേസുകൾ പഠിച്ച അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അളിയൻ ഇവിടെയുള്ള ആളോട് ഉൾപ്പെടെ എല്ലാവരോടും ഞാൻ പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ ഈ കേസ് നിൽക്കില്ല. രാമപിള്ള സാറിനെ പോലെ നല്ല അഭിഭാഷകനുമാണ്. ഒരു കാരണവശാലും നിൽക്കില്ല, ഒരു പോയിൻ്റ് പോലുമില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തീർച്ചയായും ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം ഒരു ബെയിൽ ആപ്ലിക്കേഷനിലെ ഓർഡറിൽ എത്ര പേജാ 90 പേജോളം ഉള്ള ജഡ്ജ് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ എല്ലാം കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. 41 ദിവസം ഇതുപോലൊരാളെ പിടിച്ച് ജയിലിലിടാനുള്ള സാഹചര്യം അത് ഇപ്പോൾ പൊടുന്നനവേ ഉണ്ടായതല്ല. കുറച്ച് കാലങ്ങളായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന സമീപനത്തിൻ്റെ ഫലമാണ് എന്നാണ് എനിക്ക് അടിവരയിട്ട് ഇതിൽ പറയാനായിട്ടുള്ളത്. 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച, ഗൂഢാലോചന കുറ്റം നിങ്ങൾക്ക് തെളിയിക്കാൻ എന്ത് തെളിവാ നിങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ അത് കോടതി കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തൊണ്ടിപ്പതിൽ കണ്ടെടുക്കലോ മറ്റുള്ള പോലെ അല്ലല്ലോ ഗൂഢാലോചന കുറ്റം. അപ്പോൾ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിക്കും മുമ്പ് ഏറ്റവും ശ്രദ്ധയോടുകൂടി അത് ചെയ്യണമെന്ന നിയമത്തിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയാണ് കേരളത്തിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഭരണകൂടവും എല്ലാം ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല. ഞാനിത് പറയാനുള്ള കാരണം, ഞാനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ശബരിമല സമരവും സുവർണാവസര വിധിയും. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളെല്ലാ ചർച്ചകളും സുവർണാവസരം ഞാൻ പറഞ്ഞാണ്. അന്നത്തെ കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ടല്ലോ എല്ലാ ചാനലിലും ചർച്ചയിൽ. ആ സുവർണാവസരം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റ് മൗലികാവകാശമാണ് എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി ന്യായമാണ് ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും എന്നെ എഴുതാനായിട്ട് പഠിപ്പിച്ചത്. അഡ്മിഷന് വന്ന അവസരത്തിൽ 4 കൊല്ലം മുമ്പ് ഫയൽ ചെയ്തതാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. പക്ഷേ ആ കേസ് അഡ്മിഷൻ വന്ന ദിവസം തന്നെ ഹൈക്കോടതി വിശദമായ വാദം കേട്ട ശേഷം അഡ്മിഷൻ പോലും കൊടുക്കാതെ തള്ളുകയാണ് ഉണ്ടായത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സുവർണാവസരം എന്ന് പറഞ്ഞാൽ കുറ്റമാകുന്ന വിചിത്രമായൊരു നാടാണിത്. സുവർണാവസരം ഗാന്ധിയൻ മോഡൽ സമരത്തിന് എന്നുള്ള സുവർണാവസരമാണ്. ആ സുവർണാവസരം സമാധാനപരമായി നമ്മൾ സഹന സമരമായി ഉപയോഗിക്കണമെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം. വാസ്തവത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ വാസ്തവത്തിൽ മാപ്പ് പറയേണ്ട കാര്യമാണ്. ഹൈക്കോടതി നാളെ നിങ്ങൾക്കെല്ലാം അതിൻ്റെ കോപ്പി കിട്ടും. ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷന് തൻ്റെ പാർട്ടി പ്രവർത്തകരോട് ഒരു റൂമിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തുമ്പം മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള വാക്കുകളാണ് വരിക. അത് പറയാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമുക്കാർക്കും അറിയാൻ സാധിച്ചില്ല. ഞാൻ എവിടെയും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചില്ല. ഈ പുസ്തകം ഇപ്പോഴത്തെ ഈ തർക്കമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കിയതാണ്. കോഴിക്കോട്ടെ ടൂറിംഗ് സ്റ്റാൾ പൂർണ്ണ പബ്ലിക്കേഷൻ അവരുടേതാണ് ഈ പുസ്തകം. നാളെ അത് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഞാനതിൽ ഒരു ചാപ്റ്റർ അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തോട് ഞാൻ ഇതുവരെ പറഞ്ഞിരുന്നില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കോപ്പി കൊടുത്തു. അതിൽ ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ അടച്ചിടാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് രാവിലെ ഒരു തത്വദീക്ഷയുമില്ലാതെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് 2 സ്ത്രീകളെ, രഹന ഫാത്തിമ, അതുപോലെ തന്നെ ബിന്ദുമണിയൊന്നുമല്ല, നിങ്ങൾ അറിയാത്തവർ പറയാം, കവിത, മഹാരാഷ്ട്രക്കാരി, ഈ 2 പേരെയും, കവിത ജക്കാല, ഇവർ 2 പേരെയും അന്ന് അണിയിച്ചൊരുക്കി പോലീസ് യൂണിഫോം ഇട്ട്, ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു, പോലീസ് യൂണിഫോം ഇട്ട് അവരെ 18-ാം പടിയുടെ നട വരെ കൊണ്ടുപോകാൻ പോലീസിന് സാധിച്ചു. സ്റ്റേറ്റ് സ്പോൺസേഡ്
യാത്രയായിരുന്നു അത്. അവരുടെ ഇരുമടിക്കെട്ട് തുറന്ന ആളുകൾ, അത് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. അതിനുള്ളിലുണ്ടായിരുന്ന എന്തൊക്കെയാണ് ഞാൻ പറയാൻ അറയ്ക്കുകയാണ്. സാധാരണഗതി നാളികേരമോ അല്ലെങ്കിൽ മല്ലരോ അവരോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറിച്ച് ഓറഞ്ചോ ആപ്പിളോ ഒക്കെ നല്ല പദങ്ങളാണ്, വേറെ പദം പറയാൻ പാടില്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇതൊന്നും മലയാളിക്ക് ഭൂഷണമാണോ? ഒരു ഭരണകൂടത്തിന് ഭൂഷണമാണോ?